മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നെങ്കിലും സിനിമകളുടെ നിലവാരം കൊണ്ട് സംഘാടകർക്ക് ചീത്തവിളി ഒഴിവായ ദിവസമായിരുന്നു ഇന്നലെ. തിരക്ക് നിയന്ത്രിക്കാനാകാതെ സംഘാടകർ പിൻവലിഞ്ഞപ്പോൾ ഉന്തും തള്ളും സഹിച്ച് തിയേറ്ററിൽ കയറിപ്പറ്റേണ്ട സ്ഥിതിയിലായിരുന്നു കാണികൾ. കണ്ണിറങ്ങിയ സിനിമകൾ നൽകിയ നല്ല അനുഭവങ്ങൾ പ്രതിഷേധങ്ങളെ മുറുമുറുക്കിൽ ഒതുക്കി. ക്രിസ്റ്റഫ് സൊനോസിയുടെ പ്രണയത്തിന്റെയും വിശ്വാസത്തിന്റെയും കഥ പറഞ്ഞ ഫോറിൻ ബോഡി ആഖ്യാനത്തിലെ വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. ജീവിതത്തിൽ രണ്ട് വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുത്ത സ്ത്രീകളിലൂടെ പോളണ്ടിലെ മതവും മുതലാളിത്തവും തമ്മിലുള്ള അന്തരം വരച്ചുകാട്ടുകയാണ് സംവിധായകൻ. തുർക്കി പട്ടാളം ബന്ദിയാക്കിയ അച്ഛനെ മോചിപ്പിക്കാനാകാതെ ഉഴറുന്ന പെൺകുട്ടിയുടെ കഥ പറഞ്ഞ കം ടു മൈ വോയിസിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ലെന്ന് ആസ്വാദകർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 5000-ഓളം നല്ല ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ വളരെ വളരെ ഉയർന്നു നിൽക്കുന്ന ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്ന ഒരു ചിത്രമാണെന്ന് എനിക്ക് തോന്നി. ലോക സിനിമാ വിഭാഗത്തിലെ കനേഡിയൻ ചിത്രം മോമിയും ഇന്ത്യൻ ചിത്രം കോട്ടും വൻ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. സംഭാഷണങ്ങളൊന്നുമില്ലാതെയാണ് ഈ ചുരുക്കിയ ദ ട്രൈബും പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പുതിയ കഥ പറച്ചിൽ ശൈലിക്കൊപ്പം നൃത്തം ചെയ്യുന്ന ക്യാമറ ചലനങ്ങളും ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നു. എന്നാൽ സംഘാടനത്തിലെ പിഴവുകൾ ആസ്വാദകരുടെ ക്ഷമ പരീക്ഷിക്കുന്നതായി. കൈർലി കോംപ്ലക്സിൽ AC പ്രവർത്തിക്കാത്തതിനാൽ പലരും പാതി വഴിക്ക് ചിത്രം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി. ക്യൂ പാലിക്കാതെ ജനം തള്ളിക്കയറിയതോടെ ഉന്തിലും തള്ളിലും പെട്ട പലരും നിലത്തു വീണു. പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.